എവരിവൺ, നമ്മുടെ എക്സാംസ് കാര്യങ്ങളൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും കൂടുതൽ ഡൗട്ടുകളൊക്കെ വരുന്ന ഒരു സമയമായിരിക്കും. ബിക്കോസ് നമ്മൾ ഇപ്പോഴാണ് റിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കുകയും കുറെ സംശയങ്ങൾ വരും. മേ ബി യു വാണ്ട് ടു സോൾവ് യുവർ ഡൗട്ട്സ് ഇമ്മീഡിയറ്റ്ലി. നമുക്ക് സംശയങ്ങൾ വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ വിരൽത്തുമ്പിലൂടെ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ആൻഡ് ഫോർ ദാറ്റ് നമ്മുടെ സൈലം ആപ്പിൽ ഇതാ നിങ്ങൾക്ക് AI ഗുരു വന്നിരിക്കുകയാണ്. AI ഗുരുവിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കുന്ന സൊല്യൂഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഫോർ യുവർ ഡൗട്ട് ക്ലിയറൻസ്, എഫക്റ്റീവ് ഡൗട്ട് ക്ലിയറൻസ് ഫോർ എനി ടോപ്പിക്, നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞു പോയിരിക്കുന്ന അല്ല ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ഡൗട്ടുകളും വളരെ എഫക്റ്റീവ് ആയിട്ട് ക്ലിയർ ചെയ്യാനാണ് AI ഗുരു വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്പ് എടുക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. സോ രജിസ്റ്റർ ചെയ്തവരാണോ അല്ലെങ്കിലും നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓറെൽസ് നിങ്ങൾക്ക് xylem.live എന്ന വെബ്സൈറ്റിലേക്ക് നേരിട്ട് പോകാം. സോ xylem.liveലേക്ക് വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ച് ഓൾറെഡി നിങ്ങൾ സ്റ്റഡി ബാച്ചിൽ ഉണ്ടാവും. സ്റ്റഡി എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഡയറക്റ്റ് ഇവിടെ ഒരു ടീച്ചറുടെ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ദിസ് ഈസ് അവർ ഗുരു. ഓക്കെ, അതല്ല എങ്കിൽ ബാച്ചസിലേക്ക് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേ സിമ്പിൾ അവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് നമ്മുടെ AI ഗുരുവിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാം. AI ഗുരുവിന്റെ അടുത്ത് ഇത് നേരത്തെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. So let us see how this AI guru is working for you. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നയാളാണ് AI. അപ്പൊ നമുക്ക് സംശയങ്ങൾ ഉള്ളത് നമുക്ക് ഇതില് നേരിട്ട് പോയി ഡൗട്ട് ചോദിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, I want maybe questions. Let us type like questions from chemistry. എന്ന് ഞാൻ റാൻഡം ആയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാണ്. Let us see. അക്കാഡമിക്സ് പരമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവര് തരുള്ളൂ. So could you please specify chemistry questions എന്ന് പറഞ്ഞിട്ടുണ്ട്. So let us be a little bit more specific. Okay. അപ്പൊ ഞാൻ അതില് I want previous year questions. Let us say previous year questions from chemistry. ഏതും നമുക്ക് ചോദിക്കാവുന്നതാണ്. Let us see what is their response. അപ്പൊ റെസ്പോൺസിൽ AI ഗുരു ചോദിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ എക്സാമും നിങ്ങളുടെ സബ്ജക്റ്റ് ഒക്കെ ഒന്ന് സ്പെസിഫൈ ചെയ്തെടുത്താൽ നന്നായിരുന്നു. നിങ്ങൾക്ക് മെയിൻസ് ഉണ്ട്, നീറ്റ് ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ലെറ്റ്സ് സേ 12th JE മെയിൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിലെനിക്ക് കെമിസ്ട്രി ആണ് ഞാൻ ഇപ്പൊ നോക്കുന്നത്. ഏത് സബ്ജക്റ്റും നമുക്ക് ഓക്കെ ആണ്. അതില് പല രീതിയിലുള്ള ഓപ്ഷൻസ് കാണാം. NCERT ചാപ്റ്റർ സമ്മറി നമുക്ക് അതിൽ കാണാം. സോ ചാപ്റ്റർ സമ്മറി ആണ് ഞാൻ നോക്കുന്നതെങ്കിൽ എനിക്കത് ലിസ്റ്റിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്ത് DNF എടുത്തു. ഒരു PDF വന്നിരിക്കുകയാണ്. ഓക്കെ, ആ PDF നമ്മൾ നോക്കിയപ്പോൾ ചാപ്റ്റർ സമ്മറി നമുക്ക് PDF ആയി കിട്ടിയിരിക്കുകയാണ്. യെസ്, ഓ ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ. നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ഇതാ നമുക്ക് ആവശ്യമുള്ളത്. എപ്പോഴും നമ്മുടെ കുഴപ്പം whenever we ask doubts to Google അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ സൈറ്റുകളിലൊക്കെ അടിച്ചു നോക്കുമ്പോഴും നമുക്ക് മേ ബി സിലബസിൽ ഒതുങ്ങിയിരിക്കുന്ന കാര്യങ്ങളല്ല കിട്ടുക. സോ ഫോർ യുവർ ക്വിക്ക് റിവിഷൻ, സെൽഫായിട്ട് തന്നെ നമ്മൾ റിവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ക്വിക്ക് നോട്ട്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് കാണാൻ വേണ്ടി കഴിയും. സോ ചാപ്റ്റർ സമ്മറി നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. ഇതേപോലെ ഞാൻ വീണ്ടും അതിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ചാപ്റ്റർ സമ്മറി എങ്ങനെയാ കിട്ടിയെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഓ അതിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് us say PYQ from JEE മെയിൻ ഓർ നീറ്റ് എക്സാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. സ്പെസിഫൈ സബ്ജക്ട് ചോദിച്ചു. ഞാൻ ഇത്തവണ നമുക്ക് 12th നീറ്റ് എടുക്കാം. നീറ്റിൽ എനിക്ക് സുവോളജിയിൽ നിന്നാണ് സംശയമുള്ളത്. എനിക്ക് ചാപ്റ്റർ വൈസ് PYQs ആണ് ആവശ്യം. PYQs നമുക്ക് വേണം. ലെറ്റ് us choose. Let us say biotechnology and process. Again you are getting a PDF. അപ്പൊ നമുക്ക് ചാപ്റ്റർ സമ്മറി ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, നമുക്ക് അതിന്റെ PYQs നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ യു ക്യാൻ സി നമുക്കിങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള PYQs ഫോർ യുവർ പ്രാക്ടീസ് അത് ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ ക്വിക്ക് ആയിട്ട് റിവിഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള AI ഗുരുവിന്റെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് സൈലം അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് വെരി എഫക്റ്റീവ്. നിങ്ങൾക്ക് ആർക്കും xylem.liveലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് xylem.live എന്ന വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ
ഈസി ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ലോഗിൻ ചെയ്തുകൊണ്ട് OTP കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. ഓൾറെഡി സൈലമിയൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നവരാണ്. സോ നിങ്ങളുടെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഇത് കൂടാതെ നമുക്ക് ചീറ്റ് സമ്മറി എന്ന് പറഞ്ഞ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ചില മൈൻഡ് മാപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മാത്രമല്ല ഇപ്പൊ ഞാനിനി let us see, I just want to know what is a mole. What is mole? വളരെ ബേസിക് ആയിരിക്കുന്ന ഡൗട്ടുകൾ നമ്മൾ യൂഷ്വലി ചോദിക്കില്ല, ബിക്കോസ് വി ഓൾറെഡി ഹാവ് എൻ ഐഡിയ. ബട്ട് എനിവേ, ഞാൻ എന്താണ് മോൾ എന്ന് ചോദിക്കുന്ന സമയത്ത് മോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് യൂഷ്വലി നമ്മൾ എവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നോർമലി മോൾ എന്താണ്, ഡെഫിനിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ വരുന്നു. അത് കൂടാതെ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യാൻ വൺ മോൾ എന്താണെന്നുള്ളതിന്റെ ബേസിക് ഐഡിയാസ് കിട്ടാൻ നമ്മുടെ തന്നെ കുറെ വീഡിയോസും അവര് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ബേസിക്കലി വെരി എഫക്റ്റീവ് മെത്തേഡ്. let us ask one more question. Okay, what is first law of thermodynamics? Okay, let us say some spelling mistakes are there, but it's fine, I guess. So we are waiting for the reply. Okay, അപ്പോൾ ലോസ് ഓഫ് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട വീഡിയോസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് ക്വിക്ക് ആയിട്ട് വരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള വീഡിയോസ് ആൻഡ് ഡെഫിനറ്റ്ലി നേരത്തെ കാണിച്ചിരിക്കുന്ന PDF-കളാണ്. ലൈക്ക് ചീറ്റ് സമ്മറി, NCERT സമ്മറി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ നമുക്ക് റിവിഷൻ സമയത്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇങ്ങനെ നിങ്ങളുടെ ആപ്പിൽ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് AI ഗുരുവിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഫീച്ചേഴ്സ്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, ബിക്കോസ് ആൻഡ് സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. കാരണം JEE മെയിൻ എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഓർ ഈവൻ നീറ്റ് എഴുതാൻ പോകുന്നവരാണെങ്കിൽ JEE മെയിനിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഏത് എക്സാംസിനും നിങ്ങളുടെ ചാപ്റ്റർ റിവിഷൻ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ അതില് AI ഗുരുവിനെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ആൻഡ് വി വിഷ് ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ബിഗസ്റ്റ് ബ്രേക്ക് ത്രൂ. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒറ്റ ക്ലിക്കിൽ തന്നെ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് വരികയാണ്. മറ്റ് സോഴ്സസ് യൂസ് ചെയ്യുന്ന സമയത്ത് ജനറലി, ആൻഡ് ദിസ് മെസ്സേജ് ഇസ് ഫോർ പാരന്റ്സ് ആസ് വെൽ ആസ് സ്റ്റുഡൻസ്, സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ മറ്റ് സോഴ്സസിലൂടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ഡീവിയേഷൻസ് വിൽ ഹാപ്പൻ. കാരണം ഒരു ടോപ്പിക് നോക്കി വേറൊരു ടോപ്പിക്കിലേക്ക് എത്തി അത് കണ്ടു, പിന്നെ മറ്റ് വീഡിയോസിലേക്ക് നമ്മൾ അറിയാതെ നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോകുന്നു. അങ്ങനെ ഈ ലേറ്റ് സമയത്ത് നമുക്ക് അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിനോ വളരെ ഡീവിയേറ്റ് ചെയ്തു പോകാനുള്ള സാധ്യതയില്ല. ചാൻസസ് ആർ വെരി ലെസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഡീവിയേഷൻസ് ഇല്ലാതെ, ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നന്നായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് ഇതിലൂടെ നമുക്ക് എത്തിയിരിക്കുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ആൻഡ് ഹാവ് എ ഗുഡ് സ്റ്റഡി പ്ലാൻ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക, നന്നായിട്ട് എക്സാംസ് എഴുതുക. എക്സാംസിന് യെസ് ഓഫ് കോഴ്സ് ഫോർ സൈലമിയൻസ് ദർ ആർ സോ മെനി പ്രാക്ടീസ് സീരീസ് ആർ ദർ. കുറെ ഇൻഫിനിറ്റ് പ്രാക്ടീസ് സീരീസുകൾ ഉണ്ട്. ആൻഡ് ദർ ഓൾസോ കമ്മിങ് വിത്ത് യു. കുറെ മോക്ക് എക്സാമുകളൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോ നമ്മുടെ AI ഗുരുവിലേക്ക് എത്തിക്കഴിഞ്ഞ അക്കാഡമിക്സ് സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അതിൽ ചോദിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല, ആൻഡ് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിക്ചർ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ പിക്ചർ ഡയറക്റ്റ് നിങ്ങൾക്ക് ക്യാമറ റോളിൽ പിക്ചേഴ്സ് ആയിട്ട് ഫോട്ടോസ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ കൊടുക്കാം. വോയിസ് കമാൻഡ് ചെയ്യാൻ ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഏറ്റവും വെറൈറ്റീസ് ഓഫ് ഫീച്ചേഴ്സ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ ആപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ മേക്ക് യൂസ് ഓഫ് ദിസ് ആപ്പ്. അങ്ങനെ ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഏറ്റവും നന്നായി റിവൈസ് ചെയ്ത് വരുന്ന എൻട്രൻസ് എക്സാമിനേഷന് നമുക്ക് എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാം. വി ആർ ഓൾവേസ് വിത്ത് യു. സോ ലെറ്റ് us have a happy learning together. Wish you all the best with your preparation. Thank you.